ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരിക്കുക. ആ ഒരൊറ്റ വേർഡിനെ കുറിച്ചാണ് എടുക്കുന്നത്. ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരിക്കുക. എന്ത് മഹത്വീകരിക്കാനാണ്? മഹത്വീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയണം. മഹത്വീകരിക്കുക മീൻസ് വാഴ്ത്തപ്പെടുക, ദിവ്യത്വം ആരോപിക്കുക, അതിസ്തുതി കൊടുക്കുക, വിശുദ്ധീകരിക്കുക, പവിത്രമാക്കുക. ഇത്രയും ഒറ്റ വേർഡിന് മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുക, ദിവ്യത്വം ആരോപിക്കുക, അതിസ്തുതി കൊടുക്കുക, വിശുദ്ധീകരിക്കുക, പവിത്രമാക്കുക. ആൻ ആക്ട് ഓഫ് പ്രൈസിങ് ആൻഡ് ഓണറിങ്. നമ്മൾ പുകഴ്ത്തുക, ഒരാളെ ഇങ്ങനെ പുകഴ്ത്തുന്നതിനാണ് ഗ്ലോറിഫിക്കേഷൻ. എക്സ്റ്റോളിങ്, ലോഡിങ്, അഡോറേഷൻ ആൻഡ് വർഷിപ്പ്, വെനറേഷൻ, മാഗ്നിഫിക്കേഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ മഹത്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്നവർക്കേ അത് കൊടുക്കാനൊക്കത്തുള്ളല്ലോ, അല്ലാത്തവർക്ക് കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയും മീനിങ് കിടക്കുന്നു. വാഴ്ത്തപ്പെടണം, ഒരാളെ അതിവിശുദ്ധിയായിട്ട് കാണണം, നമുക്ക് സ്തുതി കൊടുക്കണം, വിശുദ്ധീകരിക്കണം, പവിത്രീകരിക്കണം, ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ മഹത്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം യേശുക്രിസ്തുവിൻ്റെ അതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ക്രൂശുമരണത്തിന് മുൻപായിട്ട് യേശുക്രിസ്തു വളരെ വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഈ 17-ാം അധ്യായം. മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന എന്നതിന് പറയുന്നത്. അതിൽ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ യേശുവിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന. 6 തൊട്ട് 19 വരെ ശിഷ്യന്മാർക്ക് വേണ്ടി, 20 തൊട്ട് 26 വരെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 5-നകത്ത് വായിക്കുന്നതിനകത്ത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞ ശേഷം പിതാവ് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടേണ്ടവൻ. അതായത് ദൈവപുത്രൻ തന്നെത്താനെ മഹത്വപ്പെടുത്താൻ പുത്രൻ പിതാവിനോട് ചോദിക്കുകയാണ്, എന്നെ മഹത്വപ്പെടുത്തണമെന്ന്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ നേരത്തെ ഉണ്ടായിരുന്നതായ ആ ഒരു ഉന്നത പദവി ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതൊന്ന് കാണിച്ചു കൊടുക്കണേ എന്നുള്ളത്, അതായത് ഞാൻ ആരെ എന്നുള്ളത് ഇവരെ ഒന്ന് മനസ്സിലാക്കിക്കണമേ എന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കർത്താവ് പറയുന്നത്, പിതാവേ, നാഴിക, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടേണ്ടതിന്. ആരെ? നിൻ്റെ പുത്രൻ നിന്നെ, അതായത് പുത്രനിൽ കൂടെ പിതാവിന് മഹത്വം വരണം. അപ്പോൾ 2 പേർക്കും പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് ആദ്യം ചോദിക്കുന്നു. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. എന്താണ്? നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും. അപ്പോൾ ഒരു ചോസൺ പീപ്പിളാണ്. അവർക്കെല്ലാവർക്കും എന്ത് കൊടുക്കണം? നിത്യജീവൻ. അപ്പോൾ ഇറ്റേണൽ ലൈഫ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ഗോഡ്. ഈ ഇറ്റേണൽ ലൈഫ്, അതായത് മരണമില്ലാത്ത ഒരു ജീവിതം. നമ്മളിപ്പോൾ ഈ പുതിയ ഈ സയൻറ്റിഫിക് അഡ്വഞ്ചേഴ്സും ഡിസ്കവറീസും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് മനുഷ്യൻ ഫ്രീസ് ചെയ്ത് വെക്കുമെന്ന്. ഫ്രീസറിനകത്ത് കയറി എന്നിട്ട് 100 വർഷം കഴിഞ്ഞിട്ട് എന്നെ ഉണർത്തിയാൽ മതി. ഇറ്റ് ഈസ് പോസിബിൾ. അതല്ല ഞാനീ പറയുന്നത്. ആ മനുഷ്യൻ ഉയർന്നു വന്നാൽ അതേപോലെ തന്നെ ഇരിക്കും. ഏത് പ്രായത്തിൽ ഫ്രീസ് ചെയ്തു അതുപോലെ പൊങ്ങി വരുമായിരിക്കും, ആർക്കറിയാം. പക്ഷെ അതല്ല. മരണമില്ലാത്ത ഒരു ജീവനാണ് ഞാനിവിടെ പറയുന്നത്, നിത്യമായ ജീവൻ. നമുക്ക് ഈ ലോകം ഒരു ചെറിയ കാലത്തേക്ക് മാത്രം തന്നിരിക്കുക. ദർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ദിസ്. അതായത് ഗർഭപാത്രത്തിൽ കൊടുക്കുന്ന ട്വിൻസ് അന്യോന്യം സംസാരിക്കുക, ഇതോടെ ജീവിതം തീർന്നു, 9 മാസമായി, നമ്മുടെ ഇവിടെ നല്ല സുഖമായിരുന്നു, ഇതാണ് എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുമ്പം ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് എ ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ദ വൂം. അത് തന്നെയല്ലേ നമ്മുടെ ജീവിതം. അതുകൊണ്ടാണല്ലോ ക്രിസ്തു 3-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്. യേശു ക്രിസ്തു യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ പറയും നിക്കോദിമോസിനോട് വീണ്ടും ജനിക്കണം എന്നുള്ള ഫ്രേസ് തന്നെ ഉപയോഗിച്ചു. നിക്കോദിമോസ് സാധാരണ ബുദ്ധിക്ക് പറയുന്നുണ്ട് അതെങ്ങനെ അമ്മയുടെ ഉദരത്തിൽ തിരിച്ചു പോകുമെന്ന്. ഇവിടെ അഗതി തന്നെയാണ്. ഭൂമി ഒരു ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറേ നാളത്തേക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഒരു പ്ലാനറ്റാണ്. ബട്ട് ഇതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവൻ നിത്യമായ ജീവൻ, ആ മഹത്വപ്പെട്ട ജീവിതം, അതായത് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യേശു വന്നതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു 3-ാം വാക്യത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അവൻ നിത്യജീവൻ, അതായത് സത്യദൈവം, ഏക സത്യദൈവമായ നിന്നെയും, ഒരാളെ ഉള്ളേ ശ്രദ്ധിച്ച് കേൾക്കണേ, ഏക സത്യദൈവമാകുന്ന നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇതാണ് മെയിൻ താക്കോൽ. ഏകസത്യ ദൈവമാകുന്ന പിതാവ്, ഒരൊറ്റ ദൈവമേ ഉള്ളെന്ന് സ്വർഗത്തിൻ്റെ കൂടെ പിതാവാൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നവൻ ഭൂമിയിൽ വന്നേച്ച് പറയുകയാണ്, ഏകസത്യ ദൈവമാകുന്ന നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. പീരിയഡ്. നത്തിങ് മോർ, നത്തിങ് ആഡഡ്, നത്തിങ് ഡിലീറ്റഡ്. ഒരൊറ്റ സത്യം നമ്മൾ അറിയണം. ഈ ഒരു സത്യം അറിയാൻ തന്നെ ഇത്ര പാടെന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കും. എന്നാൽ ദൈവത്തെ അറിയാതെ നടക്കുന്ന ഒരു സമയത്ത് ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറൂല. പിന്നെ നമ്മളൊക്കെ തന്നെ, ഞാനൊക്കെ തന്നെ ക്രിസ്തുവിൽ ഉറച്ചു വന്ന എൻ്റെ അമ്മയുടെ നിരന്തര പ്രാർത്ഥന കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഈ ബലം അടുത്ത തലമുറയ്ക്ക് പോകും, സംശയമില്ല. അതായത് കർത്താവ് പറയുന്നത്, നന്മ ചെയ്യുന്നത് 1000 തലമുറയോളം ദൈവം ഓർക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. തിന്മ 3 4 തലമുറയുള്ളൂ. അത് ദീർഘക്ഷമയുള്ളൊരു ദൈവമാണ്. ഇവിടെ നമ്മളോട് ദൈവം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ മഹത്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്തിനാ? അവൻ്റെ നന്മ നമുക്കും കൂടെ പകരാനല്ലേ. ഇപ്പം നമ്മളൊരു വീട്ടിൽ പല കാര്യങ്ങളോടും നല്ലതുണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരാളിപ്പോൾ എനിക്കിപ്പോൾ എക്സാമ്പിൾ എടുക്കാം, എൻ്റെ ഗാർഡനിൽ ഒത്തിരി നല്ല ചെടികളും പൂക്കളും ഒക്കെ ഞാൻ എപ്പോഴും മാറ്റി മാറ്റി നട്ടുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം വരുന്നവരെ ഒബ്സർവ് ചെയ്യുമ്പം ഏതാ അവർക്ക് ഇഷ്ടമുള്ളതെന്ന് നോക്കും. ചിലർക്ക് പറയും ഈ പൂ ഇഷ്ടമാച്ചു. അപ്പോൾ അതിൻ്റെ ആ പൂവോ അതിൻ്റെ അരിയോ അതിൻ്റെ കമ്പോ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ എടുത്തു കൊടുക്കും. കാരണം ദാറ്റ്സ് ഓൾ വാട്ട് ദേ നീഡ്. എൻ്റെ വീട്ടിലുള്ളതിൻ്റെ ഒരു അംശം കൊടുക്കാനല്ലെങ്കിൽ നീ കാണിച്ചിട്ട് കാര്യമില്ലുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം തമ്പുരാൻ, പുത്രനാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് നിത്യമായ ജീവൻ്റെ ഉറവിടമാണെന്ന് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പം, മഹത്വം സ്വർഗത്തിലുണ്ടായിരുന്നത് നമ്മളെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ എനിക്കും കൂടെ തരാനല്ലേ, ആണല്ലോ. അതാണ് മഹത്വീകരിക്കുക എന്ന് പറയുമ്പം ദൈവ സ്വഭാവം എന്നിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് ഇട്ട് തരികയാണ് മഹത്വീകരിക്കുക എന്ന്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, നിത്യജീവൻ പ്രാപിച്ചെടുക്കണം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത്, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടും. അതാണ് ലോകം, അതായത് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാപുത്ര പരിശുദ്ധാത്മാവിൽ പുത്രൻ ഇരുന്ന അതേ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടും പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോവുകയല്ലേ കറക്റ്റായിട്ട്. അത് നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ 12 ശിഷ്യന്മാർ, അവരിൽ 12 പേരിൽ 3 പേര് മാത്രം, അതായത് യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവർ 3 പേരും മറുരൂപ മലയിൽ അല്ലെങ്കിൽ താബോർ മലയുടെ മുകളിൽ കടന്നു ചെന്നപ്പോൾ ക്രിസ്തു തൻ്റെ യഥാർത്ഥ സ്വഭാവം ആരെന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ട്രാൻസ്ഫിഗറേഷനിൽ കൂടെ യേശു ആരെന്ന് അവരെ കാണിച്ചു. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർക്ക് ഒന്ന് മനസ്സിലായി. അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി താഴോട്ട് പോകണ്ടല്ലോ എന്ന്. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു തേജസ്സിൽ കണ്ടാൽ പിന്നെ നമുക്ക് താഴോട്ട് പോകാൻ തോന്നത്തില്ലല്ലോ. ഇവിടെ ഒരു ഇവിടെ ഒരു 3 കൂടിലുണ്ടാക്കി തരാൻ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനല്ലല്ലോ യേശു വന്നത്. അപ്പോൾ ഈ മഹത്വീകരിക്കുക എന്നുള്ളത്, കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രഭ അല്ലെ അതിൻ്റെ തേജസ് എൻ്റെ മേലേക്കും വ്യാപരിക്കുകയാണ്, ഞാൻ കേൾക്കുന്നവരുടെ മേലും വ്യാപരിക്കുകയാണ്. അപ്പം മഹത്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എനിക്കും കുറച്ച് മഹത്വീകരണം കിട്ടാൻ കൊള്ളാമെന്ന്. പക്ഷേ ഒന്ന് ഓർക്കണം, ഈ 17-ാം അധ്യായം യോഹന്നാൻ്റെ 17-ാം അധ്യായം യേശുക്രിസ്തു എടുത്തിരിക്കുന്നത് ക്രൂശുമരണത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. അത് കഴിഞ്ഞപ്പം മുഴുവൻ ജഡവും മരിക്കേണ്ടി വന്നു. അപ്പം മഹത്വീകരണവും ജഡവും കൂടെ ചേരത്തില്ല, അരിയും മണലും കൂടെ ചേരത്തില്ല. അത് തന്നെയാണ്, കതിരും പതിരും കൂടെ ചേരത്തില്ല. ഒരു സെപ്പറേഷൻ ഇവിടെ വരണം. ആ സെപ്പറേഷൻ ദൈവത്തിന് നിർബന്ധമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവനാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആരാണ് എന്നോട് പറയുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലണം. അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വെളിപ്പാടിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം ആരേ എന്നുള്ളത്, അതാ കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞിട്ടുള്ളതാണല്ലോ, പിന്നെ എഴുതിയിട്ടുള്ളതാണ്. യോഹന്നാൻ യേശുവിനെ ജീവനോട് കണ്ടു. അത് കഴിഞ്ഞ് പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മാവിൽ കണ്ടു കഴിഞ്ഞപ്പം ഈ ലോകത്തിൽ ജീവിച്ച യേശുവിനെ അല്ല അവിടെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്, മഹത്വീകരിച്ച യേശുവിനെ. അപ്പം നമുക്ക് ഒരു ഗുണമുണ്ട്, നമ്മളേക്കും തന്നെ ആലോചിക്കും, എനിക്ക് ഒരു മഹത്വീകരിച്ച ഒരു രൂപം സ്വർഗത്തിലുണ്ട്.
സംശയമില്ല, എല്ലാവർക്കും ഉണ്ടിത്. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ദിനം പ്രതി ഇല്ല പന്നിയുടെ സ്വഭാവം പോലെ നല്ലത് കാണിച്ചാലും ചെളിക്കകത്ത് പോയി കിടക്കും, ദിനം പ്രതി പോയി കിടക്കും. കാരണം അല്പമുള്ള ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, അല്പമുള്ള പെട്ടെന്നുള്ള സുഖത്തിന് വേണ്ടി പന്നിയുടെ കൂട്ട് ചെളിക്കകത്ത് പോയി കിടക്കുന്ന സ്വഭാവം നമുക്കുള്ളത് നമ്മൾ ആരെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ അല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ ദിവസം, കർത്താവേ നിന്നെ മഹത്വീകരണം ക്രൂശമരണത്തോടെ ഞങ്ങൾ കണ്ടു, അതിന് ഞങ്ങളെ കൂടെ നിന്നെ പോലെ ആക്കണേ. അതല്ലേ യേശു. അപ്പോൾ ഒരപ്പനും അമ്മയും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, അപ്പനും അമ്മയും നല്ല പദവിയിൽ ജീവിച്ചവരാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം മക്കളും അതേപോലെ ഉന്നത പദവിയിൽ കയറി വന്ന് അവർ ചെയ്ത പോലെ പ്രവർത്തിച്ചിട്ട് ഭൂമിയിൽ നല്ല മിടുക്കരായിട്ട് ജീവിച്ച് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാ അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളെ കൂടെ മഹത്വീകരിക്കുക. അറ്റ് മീൻസ് കർത്താവ് നമ്മളെ ദൈവത്തിൻ്റെ ഗ്ലോറിഫിക്കേഷൻ കാണിച്ചു തരാൻ ആഗ്രഹം. യേശു ആരാന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പാടിൻ്റെ 1:12 തൊട്ടുള്ള ഒരു വാക്യത്തിൽ നമ്മൾ യേശു ആരാണ്, അതായത് മഹത്വീകരിച്ച യേശു ആരെന്നുള്ളത് എന്നോട് സംസാരിച്ച് നാദം എന്തു എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്, ഉന്നത പദവിയാണ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അപ്പം നമുക്ക് മനുഷ്യനായിട്ട് വന്ന യേശുവാണെന്ന് അവിടെ കാണിച്ചു തരുന്നുണ്ട്. സംശയിക്കൊന്നും വേണ്ട, വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അത് യോഹന്നാൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ യേശുവിനെ കണ്ട് തൊട്ട് കൈ കൊണ്ട് പിടിച്ച് മാറോട് ചേർന്ന വ്യക്തി ഇപ്പോൾ ആത്മാവിൽ കാണുന്ന ദർശനം നോക്കി. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. എന്തിനാണ് അധികം ഡിസ്ക്രിപ്ഷൻ? ഇതുപോരെ. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്, കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ഈ ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ച പിന്നെ ആരാ എനിക്കെതിരായിട്ട് നിൽക്കുന്നു? ആ ബന്ധം, അതായത് ഹൗ ഡു ഐ പുട്ട് ഇറ്റ് ആക്ച്വലി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹസ്ബൻഡ് ഇരിക്കുന്നിടത്ത് ഞാനും പോയിരിക്കും. ഞങ്ങളുടെ ഒരു സ്വഭാവം, നമ്മൾ പുറത്ത് വളർന്നിട്ടുള്ളത് കൊണ്ട് അതിനിപ്പോൾ സ്ത്രീകൾ അപ്പുറത്തിരിക്കണം പുരുഷനപ്പുറത്തൊന്നും ഞാൻ ചിന്തിക്കാറില്ല. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാനും പോയിരിക്കും. കാരണം ദാറ്റ് ഈസ് ദ വേ വി ആർ യു. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കും, അടുത്ത് പോയിരുന്ന കുഴപ്പമുണ്ട്, സ്ത്രീകൾ മാറിയാണോ ഇരിക്കുന്നത്, പുരുഷൻ മാറി, ഇത് ചിന്തിക്കാം. അത് ഇവിടുത്തെ പ്രാക്ടീസ് അതാ. ഇവിടെയാണെങ്കിൽ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഭർത്താവിനുള്ള സ്ഥാനം തന്നെ നമുക്കും ഉണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ഈ ശരീരത്തെ നമ്മൾ കാണുമ്പം അതുപോലെ പ്രകാശിക്കാൻ നമ്മളെയും ദൈവം ഉദ്ദേശിക്കുന്നു എങ്കിൽ അതായത് ഈ ജഡീക കണ്ണുകൊണ്ട് കാണുന്നതിനൊന്നും അധികം വില നമ്മൾ പിന്നെ കൊടുക്കത്തില്ല. ജീവിക്കുമ്പോൾ ആവശ്യമുള്ളത് ദൈവം തരും, പക്ഷെ അതിന് പ്രസക്തി കൊടുക്കുന്നില്ല, അതിന് പ്രാധാന്യം കൊടുക്കാതെ ഇത് തന്നവനിലേക്ക് കണ്ണു തെറിക്കണം. അതായിരിക്കണം നമ്മുടെ മെയിൻ സെൻറ്റർ, അതാണ് നമ്മുടെ ശ്രദ്ധ. അതിന് കർത്താവിൻ്റെ ഒരു ശബ്ദം എങ്ങനെയാണ്? ഞാൻ എപ്പോഴും വിചാരിക്കും കർത്താവിൻ്റെ പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ അത് കേൾക്കാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, ഉള്ള സത്യം പറയാമല്ലോ. കർത്താവിൻ്റെ ഈ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ഈ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ കർത്താവ് അവനോട് അതിൻ്റെ ആ ശബ്ദം കേൾക്കേണ്ടിയപ്പം അവൻ്റെ അടുക്കൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് കേൾക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഓർക്കണം, ദൈവ മക്കളാകുന്ന മനുഷ്യരെ ഒന്നിച്ചുകൂടി ദൈവത്തിന് സ്തുതിക്കുമ്പം അത് ഒരു പെരുവെള്ളത്തിൻ്റെ ഒരു ഉരച്ചിൽ പോലെയുള്ള ശബ്ദമായിട്ട് ഭൂമിയിൽ ഉയർന്നിരുന്നു എങ്കിൽ എത്രയോ പേര് യേശുവിനെ കണ്ടിരുന്നേന്. വഴക്കിന് വേണ്ടിയല്ല ഞാനീ പറയുന്നത്, അവൻ്റെ മഹത്വം. യോബിനെ മാനിച്ചത് എന്താണ്? എല്ലാം കൊടുത്തിരുന്നത്. അവസാനം യോബിനെ നിന്നെല്ലാം എടുത്തപ്പോഴും യോബ് ഈ ദൈവത്തെ കണ്ടു. ലാസ്റ്റിൽ ദൈവം തന്നെ പറയുന്നു, എല്ലാവരോടും പറഞ്ഞു, മര്യാദയ്ക്ക് പോയി യോബിനെ പോയി കാണാൻ പറഞ്ഞു. എല്ലാവരും കൊണ്ട് പൊന്മോതിരവും പിന്നെ എന്നെ മാടിനെയും ഒക്കെ കൊണ്ട് കൊടുത്തെന്ന് പറയുന്നു. നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചും കൊടുത്തു ദൈവം. അപ്പോൾ ദൈവം ഒരാളെ മഹത്വീകരിച്ചാൽ എൻ്റെ പൊന്നെ ആർക്കതിനെതിരായിട്ട് നിൽക്കുക? പക്ഷെ ഇത് അറിയണം. നമ്മൾ ഈ കൃമിയായിട്ടും പുഴുവായിട്ടും ജീവിക്കുന്ന പദവി ക്രൂശുമരണം കഴിഞ്ഞപ്പോൾ മാറിയെന്ന് നമുക്കൊന്ന് തലയിൽ കയറിയാൽ തീർത്തും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എനിക്കും പ്രയോജനം വരും. ശരിയല്ലേ?
ഞാൻ സിമ്പിൾ എക്സാമ്പിൾ വീണ്ടും എടുക്കാം. എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഫ്രണ്ടുണ്ട്. അവർ അരൂരാണ് താമസിക്കുന്നത്. ഒത്തിരി ചെടിയുള്ള വീടാണ്, നമുക്ക് പണ്ട് തൊട്ടേ പരിചയമുള്ള. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കും ഞാൻ ഏതെല്ലാം ചെടിയിലാണ് നോക്കുന്നതെന്ന്. ഏതെങ്കിലും ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ആ ചട്ടിയോടെ എൻ്റെ കാറിനകത്ത് അവർ കയറ്റി വെക്കും. ഇവിടെ വരുമ്പം കാറിൻ്റെ പുറം മുഴുവനും ചെടി കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാൻ വിചാരിക്കും ഇവരെപ്പോഴും ഇത് കയറ്റി വെച്ചാൽ ഞാൻ കണ്ടില്ലല്ലോ. എന്താ എൻ്റെ ശ്രദ്ധ എവിടെ പോകുന്നു എന്ന് ശ്രദ്ധിച്ചിട്ട് അവർക്കുള്ളത് കൊണ്ടല്ലേ അവർ തന്നത്. നമ്മൾ ഉള്ളവരെ കാണുമ്പം നന്മയുള്ള ഹൃദയമായിട്ട് മാറണം. അവരിൽ കണ്ടിട്ട് ആ ആത്മീയ ഗോളത്തിൽ ഇതുപോലെ നന്മയുള്ളവർ ജലസി പറ്റൂല. ഇന്ന് ഈ ജലസി എന്ന് പറഞ്ഞ ഒരു ശാപം, ഇതൊരു ശാപമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയ്ക്കിൽ വചനം അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തീരുമ്പം ഏതാണ് ആ ദുഷ്ട കണ്ണുകൊണ്ട് ഏതാണ് പറഞ്ഞതിൽ തെറ്റുപറ്റിയതെന്ന് ശ്രദ്ധിക്കുന്നവർ എന്ത് കേൾക്കാനാണ് വന്നിരിക്കുന്നത്? ശ്രദ്ധ. പരിശുദ്ധാത്മാവിന് വളരെ തീക്ഷ്ണമായി സംസാരിക്കുന്നു. അവൻ്റെ വായിൽ മൂർച്ചയേളി ഇരുവാഴ്ത്തലയുള്ള വാള്, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ വീണു. അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ശ്രദ്ധിച്ച് വായിക്കുന്നു. മരണത്തിൻ്റെയും താക്കോല്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണെന്ന്. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് എത്ര വലിയവനായ തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ നെഞ്ചോട് കൂട്ടിയിരുന്ന നിന്നെ സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാന് ഈ വെളിപ്പാട് വന്നപ്പോൾ പത്മോസ് ദ്വീപി വെച്ച് എഴുതിയിരിക്കുന്നത് നിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തെയാണ്. അത് ഞങ്ങൾക്ക് മനസ്സിനകത്ത് ഉറയ്ക്കുന്നില്ല കർത്താവേ, സംശയമുണ്ട്. അതൊന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ നിൻ്റെ ഈ മഹത്വരമായ ഈ ജീവൻ ഈ ജീവൻ എന്ന് പറയുമ്പം നിത്യമായ ജീവൻ, ഇതിനകത്ത് മരണത്തിൻ്റെ ഒരംശം പോലും ഇല്ല. ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങൾ അറിയാവുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്. പിച്ച ഞങ്ങളെ കണ്ടിട്ട് എന്നെ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. പക്ഷെ നിന്നെ ഒന്ന് കാണാനിടയാക്കണേ, അതൊന്ന് പറയാൻ. ഈ ദൈവം ആരെയെന്ന് കണ്ട, അതുകൊണ്ടാണല്ലോ മഗ്ദലക്കാരത്തി യേശുവിനെ കണ്ടു കഴിഞ്ഞ് അവിടെ അങ്ങ് നിന്നില്ല, അവർ തിരിച്ചു ഓടുകയാണ്. ശിഷ്യന്മാരോട് പറയാം ഞാൻ കണ്ടു, യേശു ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് ഒരു ബലം തരണം. പിച്ച തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ പ്രഭ ഞങ്ങളുടെ മേലോട്ട് അയച്ചു തന്നാൽ ഭൂമിയിൽ ജീവിക്കും വലിയ കഷ്ടപ്പാടിൻ്റെ നടുക്ക് നിൻ്റെ പ്രഭയുണ്ടെങ്കിൽ കർത്താവേ അതിനൊരു വിടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ കടന്നു. ഈ വെളിച്ചം ഒരിക്കലും മാറിപ്പോകരുതേ അപ്പച്ച. ഈ പ്രകാശം ഞങ്ങളുടെ മേലേക്ക് അയച്ചു തരുന്നതിന് നന്ദി പറഞ്ഞു. അനേക മക്കളുടെ മേലേക്ക് ഈ പ്രകാശം നീ കൊടുക്കുന്നതിന്, ഞങ്ങളുടെ തലമുറകളുടെ മേലെ ഇത് ചെന്ന് വീഴുന്നു. ഇരുട്ടിനെക്കാട്ടി വലുതല്ലേ അപ്പച്ച പ്രകാശം? ഇത് ഏത് പ്രകാശം? നട്ടുച്ചയ്ക്ക് സൂര്യനെ പോലെ നിൽക്കുന്നു. എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ശബ്ദം പിന്നെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. അതൊന്ന് പറഞ്ഞാൽ പോരെ അപ്പച്ച? ഒന്ന് പറയപ്പിച്ച. എന്നിട്ട് ആളുകളെല്ലാം ഒന്ന് ആകർഷിപ്പിച്ച് കൊണ്ടുപോകാൻ. അന്ത്യകാലത്ത് സകല ചട്ടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെ നടക്കട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.